അപ്പോൾ ഇത് നമ്മുടെ അടുത്ത സർവീസിന് വന്ന ഒരു മിക്സർ ഗ്രൈൻഡറാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് നന്നായിട്ട് തീ കത്തി പോകുമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അത് നമുക്ക് പുറമേ നോക്കിയാൽ കാണാം, ക്യാബിനൊക്കെ ഉരുകിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് കത്തിരിക്കണം, നമുക്കത് പ്ലഗ് കുത്തി ഓണാക്കി നോക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. അതിനായിട്ട് സ്ക്രൂ ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാം. മൂന്ന് സ്ക്രൂ ആണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നിലവിൽ എൻ്റെ മോട്ടറൊന്നും കത്തിയിട്ടില്ല, സ്വിച്ചാണ് നന്നായിട്ട് കത്തിയേക്കണേ. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പുകയും തീയും വന്നേ. അത് കാരണം എൻ്റെ ക്യാബിന് ഒരുക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സ്വിച്ച് ഒന്ന് മാറി നോക്കാം. സ്വിച്ച് മാത്രമാണോ കത്തിയിട്ടുള്ളൂ, അതെയോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നോ. നിലവിലെ സ്വിച്ചിൽ 4 കണക്ഷനാണ് തന്നെ. ഒന്ന് AC സപ്ലൈയുടെ കണക്ഷനും പിന്നെ 3 വൈൻഡിങ്ങുമാണ്. അപ്പോൾ ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് മാറി നോക്കാം. ഞാനിവിടെ ആ സെയിം തന്നെ സ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് 4 കണക്ഷനാണ് വരുന്നത്. 1, 2, 3 സ്പീഡും AC സപ്ലൈയുടെ ഒരു കണക്ഷൻ, അങ്ങനെ 4 കണക്ഷനാണ് സ്വിച്ചിൽ വരുന്നത്. സ്വിച്ചിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. സ്വിച്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് AC 1, 2, 3, 4, 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കണക്ഷൻ AC സപ്ലൈ വരുന്നതാണ്, അത് ഓവർലോഡ് സ്വിച്ചിലേക്കാണ് നമ്മൾ കൊടുത്തേക്കണേ. പിന്നെ വരുന്ന ലോ സ്പീഡാണ്, അത് മോട്ടറിലേക്ക്. പിന്നെ മീഡിയം സ്പീഡ്, അത് മോട്ടറിലേക്കാണ്. പിന്നെ വരുന്ന ഹൈ സ്പീഡ്, അത് മോട്ടറിലേക്കാണ്. ഇത്രയാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഈ നോബ് നമുക്ക് അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് സ്വിച്ചിൻ്റെ 2 സ്ക്രൂ വരുന്നത്. ഈ 2 സ്ക്രൂവിലാണ് സ്വിച്ച് ഫിറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സ്ക്രൂ ഊരിയെടുക്കാം. ഇനി സ്വിച്ച് സെറ്റ് ചെയ്യാം. സ്വിച്ചിൻ്റെ 2 സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്വിച്ച് തിരിക്കുമ്പോൾ സ്ക്രൂ ഊരിപ്പോരും. നോബോടെ നമുക്ക് സെറ്റ് ചെയ്യാം. മോട്ടർ ഒന്ന് ക്ലീൻ ചെയ്യാം, നിറച്ച് മാറാലെയാണ്. നമുക്ക് നോക്കിയാൽ കാണാം, സ്വിച്ച് കത്തിയപ്പോൾ ക്യാബിനോടെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്യാബിനൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വിച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം മുറുക്കിനൊക്കെ മുന്നേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന്. അടിപൊളിയായിട്ട് നമ്മളെ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സർ ഗ്രൈൻഡർ സ്വിച്ച് മാറി വളരെ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കവർ അടച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വെറും 50 രൂപ മുടക്കി നമ്മുടെ കത്തിയ മിക്സർ ഗ്രൈൻഡർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.